നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. ഇപ്പം നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. ഇവിടുന്ന് നേരെ നമ്മൾ ഷോപ്പിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, സീ യു ലേറ്റർ. ഹായ് ഗൈസ്, അപ്പം ഞാൻ റെഡിയായി, ഇനി ഇറങ്ങുന്നതാണ്. ഇപ്പം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോകാം. ഓക്കെ, ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഓരോരോ ഷോർട്സ് എടുത്ത് കാണിക്കാം. ഇനി പോകുന്ന വഴി കാണിക്കാം. ഓക്കെ, ബൈ, ലേറ്റായി. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ബസ് പിടിച്ച് പോവുകയാണ് കേട്ടോ. എൻ്റെ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒറ്റൊരു സ്റ്റോപ്പ് മാത്രമേ എടുക്കാനുള്ളൂ. ആക്ച്വലി 2 സ്റ്റോപ്പ് എടുത്താലും നമുക്ക് ടാമ്പനീസ് മോളിലേക്ക് എത്തും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നീതു അവളെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് അവളെ നേരെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് സെഫോറയിലേക്കാണ് കേട്ടോ ആദ്യം. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സൺഡേ ആയിരുന്നു. അപ്പം നമ്മളിതൊരു ഫ്രൈഡേ ആണ് കേട്ടോ പോയത്. അപ്പം ആ ഒരു ഡേയിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കൺസീലർ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെയാണ് മെയിനായിട്ടും പോയത്. പിന്നെ ഇവർ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇവർക്ക്. അങ്ങനെ നമ്മൾ രണ്ടുപേരും, എനിക്ക് സാറ്റർഡേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രൈഡേ പോയാൽ മാത്രമേ സെറ്റാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും സെഫോറയിൽ പോയിട്ട് ഇന്നത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോൾ പോയാലും അത് നടക്കലില്ല. മീൻസ് ഒരു ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് എന്തായാലും പോവാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒടുക്കത്തെ തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പോരാത്തതിന് വീക്കെൻഡും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കുണ്ടായിന്. നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ക്യൂവിൽ നിൽക്കാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കുണ്ടായിന്. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിലൊരു മിനി ലിപ്സ്റ്റിക്ക് ഞാൻ നാട്ടിൽ പോയപ്പാട് എൻ്റെ നൈക്ക ഹോളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വെൽവെറ്റ് എഡിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിവിടെ ഞാൻ ഒന്നുകൂടി നോക്കിയതാണ്. പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് അതിൻ്റെ വലുത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നോക്കിയത്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല, വേറെതാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഏത് ഷെയ്ഡാണ് ട്രൈ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ആ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നോക്കിയത്. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് എന്നാ പറയുക, ചുണ്ട് വേദന എടുത്ത് പോയി. ഇങ്ങനെ നമ്മൾ അതിൻ്റെ റിമൂവ് ചെയ്ത് ലാസ്റ്റ് വേദനിച്ച് പോയി. അത്രയും ട്രൈ ചെയ്ത് ലാസ്റ്റ് മടുത്ത് പോയിന്. ലാസ്റ്റ് എന്തേലും ആട്ടെ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ആടുന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ആ ഒരു ലൈറ്റ് എഫക്റ്റിലാണോ എന്നാന്ന് തോന്നുന്നു. ഒന്നാമത് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ട്രൈ ചെയ്തിട്ടും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അത് വാങ്ങിച്ചു. പക്ഷെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം ഓണത്തിന് ഇട്ടപ്പാടെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നാസിൻ്റെയിൽ നോക്കിയിട്ട് എനിക്ക് ഒന്നുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഭയങ്കര എന്താ പറയുക, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ഷെയ്ഡ്. ഒരുപാട് ട്രൈ ആക്കി, പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ടൈം കൂടി ട്രൈ ആക്കാം. അപ്പം ഞാൻ സെലക്ട് ആക്കിയത് സെഫോറേൻ്റെ തന്നെ ഈ ഒരു ലിപ്സ്റ്റെയിനാണോ ഇത് ലിപ്സ്റ്റിക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ എന്താ പറയുക ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനൊന്ന് കൺസീലർ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടി. അങ്ങനെ ഞാൻ കൺസീലറും വാങ്ങിച്ചു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ബില്ലാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ സെഫോറയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നേരെ നമ്മൾ പോകുന്നത് ബാത്താൻ ബോഡിയിലേക്കാണ്. ഷോപ്പ് അടക്കുന്നതിന് മുന്നേ പോകണം. ഭയങ്കര തിരക്കാണ് കൗണ്ടറിൽ. അപ്പോൾ നീതു അവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം ബാത്താൻ ബോഡിയിൽ പോകെ. ചേച്ചി വാങ്ങിച്ചേ, എന്താ വാങ്ങിച്ചേ? അയ്യോ ബില്ല്
ഞാനുണ്ടല്ലോ ഗൈസ്, ഞങ്ങളെ ബാഗിൽ സ്ഥലം ഇല്ലാത്തോണ്ടാണ് കയ്യിൽ പിടിച്ച് പോകുന്നല്ല. ഞങ്ങൾ അഹങ്കാരം കൊണ്ടൊന്നും അല്ലാട്ടോ. അല്ല, ബാഗിൽ തീരെ സ്ഥലം ഇല്ലാത്തോണ്ട് മാത്രമാണ് കയ്യിൽ പിടിച്ച് പോകുന്നത്. നമ്മൾ ഒരുപാട് ടൈം സെഫോറയിൽ കളഞ്ഞു കേട്ടോ. നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം 6 മണി 6:15 മറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം, ഒന്നാമത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ടൈം എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ബാത്ത് ആൻഡ് ബോഡിയിലാണ് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡിയിൽ പുതിയ കുറേ ഫ്രാഗ്രൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം പോരാത്തതിന് ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയിലേക്ക് മെയിനായിട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ബൈ 2 get 2 ഫ്രീയാണ്, അങ്ങനെ എന്തോ ആ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ ഞങ്ങൾ സ്വീറ്റസ്റ്റ് സ്ട്രോങ് എന്ന് പറയുന്നതും പിന്നെ ഇപ്പോൾ കണ്ട ആ ഒരു പിങ്ക് കളറുമാണ് പുതിയതെന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഏകദേശം ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. എനിക്ക് ഫ്രൂട്ടി സ്മെല്ലിനോട് വലിയൊരു താല്പര്യം ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനത്തെ സ്മെല്ലിനോട് വലിയ ഇതെനിക്കിട്ട്. അപ്പം ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓരോന്നും. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടുണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ നിൽക്കാനും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടുണ്ടായത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു 3 സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത്. എൻ്റെ കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട് കേട്ടോ ബാത്ത് ആൻഡ് ബോഡിയിൽ. അതിലൊന്നാണ് 1000 വിഷസ്, പിന്നെ ഇൻടു ദ നൈറ്റ്. ഇതൊക്കെ അതിൽ 1000 വിഷസ് എനിക്ക് എൻ്റെ അനിയൻ അച്ചു എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അതിൻ്റെ ഒരു ഹാമ്പർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ സ്പ്രേ, ബോഡി ലോഷൻ, പിന്നെ അതുപോലെ തന്നെ ബോഡി വാഷ്, പിന്നെ ഷിമ്മറിൻ്റെ ബോഡി മിസ്റ്റ്, ഇതൊക്കെ എൻ്റെ ഉൾപ്പരം കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പെർഫ്യൂമിലേക്ക് ഞാൻ പോയിട്ടില്ല. പുതിയ ഒന്ന് ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ഫ്രൂട്ടി സ്മെല്ല് അത്ര അങ്ങനെ ഇല്ല, പക്ഷേ ഇതെനിക്കെന്തോ ലൈക്കായി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഈ സെയിം പെർഫ്യൂം 2 എണ്ണവും പിന്നെ വേറൊന്ന് കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്താണ് ചാൾസാങ്കേത്ത്. അപ്പോൾ നമ്മൾ വെറുതെ ചാൾസാങ്കേത്തിലേക്കൊന്ന് കയറി. അങ്ങനെ വെറുതെ ഒരുപാട് സ്പെക്സ് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കുറേ എന്തെങ്കിലും ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബാഗിൻ്റെ ഒരു 2-3 ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് എപ്പോഴും കാണുന്ന ഓരോരോ ടോട്ട് ബാഗും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതല്ലാതെ ഇതെനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരുപാട് കീ ചെയിൻസ് വന്നിട്ടുണ്ടായിരുന്നു, ബാഗിന് ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറേ കീ ചെയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര റേറ്റ്, ഈ ഒരു കീ ചെയിനിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്നിട്ട് ചാൾസാങ്കേത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല എനിക്ക് തോന്നുന്നു ഏകദേശം 9 മണിയാകാൻ പറ്റായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാനാണ് പോകുന്നത്. ഏകദേശം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കഴിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ പാർസലാണ് വാങ്ങിച്ചത്, ടേക്ക് അവേ ആണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെയും ഒരു 20 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ ഇത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന്. ഇനിയിപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് ടാമിനീസിൽ നിന്ന് തന്നെ നമ്മൾ ബസ് എടുത്തിട്ട് നേരെ നമ്മൾ പോവാന്ന്. ഗൈസ്, ഞാനിന്ന് സെഫോറയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചത് ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്നും സെഫോറയിൽ നിന്നുമാണ്. ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്നൊന്നും പ്രത്യേകിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഒരു പിന്നെ അതിൻ്റെ പുതിയൊരു ഫ്രാഗ്രൻസിൻ്റെ ലോഞ്ചായിരുന്നു. പിന്നെ സ്വീറ്റസ്റ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു ഇതിൻ്റെത്. പിന്നെ സെഫോറേൻ്റെത് ഞാൻ കാണിച്ചു തരാം. ഒരു കൺസീലർ ബ്രഷ്, ഒരു കൺസീലർ. പിന്നെ ആക്ച്വലി സെഫോറേൻ്റെ മാക്കിൻ്റെ കൺസീലറിനായിരുന്നു ഞാൻ പിന്നെ പോയത്. പക്ഷേ മാറ്റിൻ്റെ കൺസീലർ അവർ ഓൺലൈനിൽ മാത്രമേ കിട്ടൂ, ഇങ്ങനെ ഓഫ്ലൈനായിട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സെഫോറേൻ്റെ ബ്രാൻഡിൻ്റെ കൺസീലറാണ് വാങ്ങിച്ചത്. എൻ്റെ വീഡിയോസിനും വേറെ മോഡിലായിരുന്നു ഇതുവരെ റെക്കോർഡായിക്കൊണ്ടായത്.
അപ്പം അതുകൊണ്ട് ഞാൻ സെഫോറേൻ്റെ തന്നെ കൺസീലറാണ് പിന്നെ വാങ്ങിച്ചത്. മാക്കിൻ്റെ കൺസീലർ ഇല്ലാത്തതുകൊണ്ട് സെഫോറേൻ്റെ കൺസീലറാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് എന്തായിരുന്നു, 25 ഏതായിരുന്നു, ഇതൊരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്ക് കോറൽ സൺസെറ്റ് എന്നും പറഞ്ഞിട്ട്. അവിടുന്ന് ഇട്ടിട്ട് നോക്കുമ്പോൾ എല്ലാം എനിക്ക് ഒരുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഡ്രൈ ആണിത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്ക് തന്നിട്ട്, ലിപ്സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, ക്രീം ലിപ് സ്റ്റെയിനാണിത്. പക്ഷേ ഈ കളർ ഞാൻ യൂസ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതൊരു റെഡ് പോലെയുണ്ട്. റെഡ് കളർ ഞാൻ യൂസ് ചെയ്യലില്ല. നോക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു കുട്ടി ഇന്നത്തെ പർച്ചേസിങ്. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കുറേ ടൈം എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്കായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.